സംസ്ഥാനം ഫെബ്രുവരി 8-ന് ഒരു തുറന്ന സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൽഹിയിൽ. അസാധാരണമായ ഒന്ന്, അപൂർവമായ ഒന്ന്. ആരൊക്കെ ഉണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതുതാൽപര്യത്തിനൊപ്പം നിലകൊള്ളാൻ അതിനകത്ത്? എന്തൊക്കെ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും അതിനകത്തുള്ള സംഘാടനം ഉണ്ടാവുക എന്നീ വിഷയങ്ങൾ സംസാരിക്കുകയാണ്. ആദ്യം വി.കെ. സനോജ്, കേരളത്തിൻ്റെ പൊതുതാൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമരം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിനെല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് UDF-നെ? തീർച്ചയായിട്ടും ഇത് BJP ഗവൺമെന്റ് ഒരു കേരള വിരുദ്ധതയാണല്ലോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഗവൺമെന്റ് കേരളത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സന്ദർഭത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായി ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രശ്നം അടിയന്തരമായും പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിലുണ്ടാവുന്ന പ്രതിസന്ധി സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് പോംവഴി? അതിശക്തമായ സമരമല്ലാതെ മറ്റൊരു വഴിയും സർക്കാർ മുമ്പിലില്ല. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും കേരളത്തിലുള്ള MP-മാരെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ ശക്തമായ സമരം നടത്തും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തോട് എത്രമാത്രം വിവേചനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് ഒരു സ്റ്റേറ്റിനോട് പെരുമാറേണ്ടത്? എന്തുകൊണ്ട് കേരളത്തോട് ഇത്ര ശത്രുത എന്ന ചോദ്യം അത് കേരളത്തിലെ CPIM മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ചോദിക്കേണ്ട ചോദ്യമാണ്. കേരളത്തിന് അർഹമായിട്ടുള്ള 57,400 കോടി രൂപ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു. 57,400 കോടി രൂപ തടഞ്ഞു വെച്ചാൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിന്റെ ക്ഷേമ പദ്ധതികൾ, സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരും. അപ്പം അതുകൊണ്ട് ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽ പെടുത്തിയിട്ട് അങ്ങനെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ BJP വളരെ കൃത്യമായിട്ടും ഒരു കേരള വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ തൊട്ടടുത്ത് കേരളമാണ് സൂക്ഷിക്കണം എന്നൊക്കെയുള്ള വാചകങ്ങൾ അമിത്ഷായുടെ നാവിൻ തുമ്പത്തുകൂടി അവിടെ ഉണ്ടായത്. അപ്പോൾ എന്തിനാണ് കേരളത്തോട് ഇങ്ങനെ ഒരു വിരുദ്ധത? രാഷ്ട്രീയമായി കേരളത്തോട് ഇങ്ങനെ ഒരു വിവേചന സമീപനം എന്ന ചോദ്യം ചോദിക്കാനാണ് ഈ സമരം. സനോജ്, ഞാൻ ചോദിക്കുന്നത്, ഈ സമരം തുടങ്ങാൻ, ഇങ്ങനെ ഒരു തുറന്ന സമരത്തിലേക്ക് പോകാൻ നിങ്ങൾ വൈകിപ്പോയോ? കാരണം എത്ര കാലമായി കേരളത്തോടുള്ള ഈ വിവേചന സമീപനമുണ്ട്. BJP രാഷ്ട്രീയമായിട്ട് ആ വിവേചനം പലയിടത്തും തുറന്നു പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സാമ്പത്തിക ഉപരോധം ഒരു വഴിക്ക് വേറെ, ഭരണപരമായ നടപടി എന്ന നിലയ്ക്ക് വരുന്നു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടിക്കൽ വേറെ. ഇതൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുകയാണോ ഇങ്ങനെ ഒരു ഓപ്പൺ സമരം വേണം എന്ന് നിങ്ങൾക്ക് തോന്നിയത്? അതുവരെ നിങ്ങൾ സന്ധിയുടെയും സമാധാനത്തിൻ്റെയും അപേക്ഷയുടെയൊക്കെ ഭാഷ അവലംബിക്കുകയായിരുന്നോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഡൽഹിയിൽ സമരം നടത്തിയാലേ സമരമാവുമെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടും BJP ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി വളരെ പരസ്യമായി അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ LDF-ൽപ്പെട്ട വിവിധ പാർട്ടികൾ വലിയ സമരങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ DYFI ജനുവരി 20-ന് ഐതിഹാസികമായ ഒരു മനുഷ്യച്ചങ്ങലക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ മനുഷ്യച്ചങ്ങലയിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തിലെ റെയിൽവേ യാത്രക്കാരോട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സ്വീകരിക്കുന്ന അങ്ങേയറ്റം അനീതി നിറഞ്ഞ സമീപനം തിരുത്തണം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉദ്യോഗാർത്ഥികളോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന നിയമന നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിൽ നേരത്തെയും സമരം നടന്നിട്ടുണ്ട്, ഇപ്പൊ സമരം നടക്കാൻ വേണ്ടി പോകുന്നു. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് കേരളത്തിനകത്ത് തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നേരത്തെ DYFI നേതൃത്വത്തിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു സവിശേഷമായ സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഗവൺമെന്റിനെ പ്രതിസന്ധിയിൽ ആഴ്ത്തി ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൂടി ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൂടെ ഇപ്പൊ നിർവഹിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കേരള വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള സമരം ജിൻഡോ ജോൺ കോൺഗ്രസ് നേതാവിനോടൊപ്പം. ജിൻഡോ, ഈ സമരത്തിന്റെ മുദ്രാവാക്യത്തെ, ഈ സമരത്തിന്റെ ആശയത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? നിഷാദെ, ഇപ്പൊ തന്നെ അല്പം മുമ്പ് തന്നെ LDF-ന്റെ പ്രതിനിധി സനോജ് പറഞ്ഞത്
ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പ്രശ്നത്തിൽ അത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ പറഞ്ഞതിൽ ജനറലായിട്ടുള്ള കോഴ്സുകളൊന്നും ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഈ കാലം അത്രയും കഴിഞ്ഞ 7 വർഷക്കാലമായിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നമുക്കൊരു സമരത്തിന് മുതിർന്നുകൂടാ എന്ന് നിങ്ങൾ ആലോചിക്കാതിരുന്നത്? പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇപ്പോഴാണ് ഞങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് ആലോചിക്കാൻ തീരുമാനിച്ചത് എന്ന്. അങ്ങനെയല്ലല്ലോ വേണ്ടേ? ഇപ്പോൾ കേരളത്തോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നയം സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അതിലൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാര്യം നിങ്ങളുമായിട്ട് പല കാര്യത്തിലും നിങ്ങളുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റിലൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന പലതരത്തിലുമുള്ള ചിറ്റമ്മ നയത്തോട് ഞങ്ങൾക്ക് വ്യക്തമായ എതിർപ്പുണ്ട്. പക്ഷേ അതിൽ എതിർപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മാത്രം അവകാശമാണെന്ന് പറയാൻ പാടില്ല. ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നമുക്ക് നടത്താമായിരുന്നല്ലോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ശേഷിക്കെ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയി ഒരു സമരം ചെയ്യാമെന്ന് പറയുന്നതിൽ ചില ഇരട്ടത്താപ്പുകളുണ്ട്. ഞങ്ങൾക്കത് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ പറയുന്നത്. അതിന് കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു അല്പം മുമ്പ്, ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കേരളത്തിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾ ചെയ്തുവെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ ആർഗ്യുമെൻ്റ് ശരിയാണെങ്കിൽ നമ്മളിവിടെ കേരളത്തിൽ എത്ര സമരം ചെയ്താലും നരേന്ദ്രമോദി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും, അവരുടെ തീരുമാനങ്ങൾ അവർ നടപ്പാക്കും. നമ്മളിവിടെ ആകാശത്ത് വീട്ടിൻ്റെ പടിക്കിരുന്ന് സമരം ചെയ്ത് ആകാശത്തേക്ക് ടോർച്ച് തെളിച്ചതുകൊണ്ടോ മെഴുകുതിരി കത്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ റോട്ടിൽ പ്രതിഷേധം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യ ചങ്ങല തീർത്തതുകൊണ്ടോ ഒന്നും ഇതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നയരൂപീകരണത്തിലൂടെ ഇത്തരക്കാരെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ മറ്റ് പല അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലി തോറ്റുപോയതിനു ശേഷം പിന്നെയുള്ള 5 വർഷക്കാലം നമ്മൾ മനുഷ്യ ചങ്ങല തീർത്തതിന് കാര്യമില്ലല്ലോ. സമരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം ചോദിക്കുകയാണോ ഒരു പൊളിറ്റിക്കൽ ലീഡറായ താങ്കൾ? സമരങ്ങൾ എന്ത് പ്രയോജനം എന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. മനുഷ്യച്ചങ്ങല കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അല്ല, നരേന്ദ്രമോദിക്കെതിരെ നമ്മൾ സമരം ചെയ്യുന്നത് ആകാശത്തിൽ ടോർച്ച് അടിക്കുന്നത് പോലെയാണ് എന്ന് വിചാരിച്ചാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിംഗ് ഇടപാട് മാത്രം മതി, അതിനിടയ്ക്കുള്ള രാഷ്ട്രീയ പ്രക്രിയ ഒന്നും വേണ്ടെന്നാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ മനുഷ്യ ചങ്ങല തീർത്തതുകൊണ്ട് റെയിൽവേയുടെ നയം തിരുത്തപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വനിതാ മതിൽ കെട്ടിയല്ലോ, കേരളത്തിൽ സ്ത്രീ പഠനങ്ങൾ ഇല്ലാതെയോ? ഇല്ലല്ലോ. വനിതാ മതിൽ നടത്താൻ പോയ ആളുകൾ തന്നെ കേരളത്തിലെ വനിതാ സഹകാർമാരെ പീഡിപ്പിക്കുന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടത്. ഭാരത് ജോഡോ യാത്ര നടത്തിയ മധ്യപ്രദേശ് നിങ്ങൾ ജയിച്ചോ? അല്ല നിഷാദ്, അല്ല, ഭാരത് ജോഡോ യാത്ര നടത്തി നിങ്ങൾ മധ്യപ്രദേശ് ജയിച്ചോ, രാജസ്ഥാൻ ജയിച്ചോ, ഛത്തീസ്ഗഡ് ജയിച്ചോ, പിന്നെ ന്യായ യാത്ര വീണ്ടും നടത്തുള്ളൂ. എന്തിനാണ് വെറുതെ ഈ സമയം മെനക്കെടുത്തുന്നത്? മോദിക്കെതിരെ ഒന്നും നടക്കാൻ പോകുന്നില്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കട്ടെ. ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് ഞാൻ പറയട്ടെ തള്ളിപ്പറയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിലും ഉപ്പുറുക്കൽ സമരം നടത്താൻ പറ്റുമോ? അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഉപ്പ് കുറുക്കൽ സമരം നടത്താൻ പറ്റുമോ? ഇന്ത്യ സമരത്തെ തള്ളി പറഞ്ഞു. അല്ല സനോജ, ഞാൻ പറയാം ഞാൻ എന്റെ ആർഗ്യുമെന്റ് സനോജ, ഞാൻ എന്റെ ആർഗ്യുമെന്റ് കംപ്ലീറ്റ് എന്റെ ആർഗ്യുമെന്റ് പൂർത്തിയാക്കട്ടെ. എനിക്ക് സമയം തരൂ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പോയിന്റ് അവതരിപ്പിക്കാനായിട്ട് ഒരു അപക്വമായിട്ടുള്ള ഒരു സംഗതിയെ എടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറയാൻ ശ്രമിച്ചുള്ളൂ. മഹാത്മാഗാന്ധി തീരെ ദുർബലനായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു, ഫൈനലി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതാണ് കഥ. നിഷാദെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇവിടെ ക്വിറ്റ് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ സനോജ് ഓർമ്മിപ്പിച്ച് നന്നായി. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്തതിൻ്റെ പേരിൽ ആരൊക്കെയാണ് രക്തം കൊടുത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ, സംഘപരിവാർ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ട കാലഘട്ടം ഈ ഇലക്ഷന് 4 മാസം മുമ്പ് മാത്രമായിരുന്നല്ലോ. ഇതിനു മുമ്പുള്ള 7 വർഷക്കാലം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായില്ലേ? നമ്മൾക്കൊക്കെ പ്രതിഷേധം ഉണ്ടായില്ലേ? ഈ പ്രത്യേക ഘട്ടത്തിൽ
നിങ്ങൾ വന്ന് ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കേരളത്തിലും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് ആ സമരം കൊണ്ട് നിങ്ങൾക്ക് ഫലമില്ലാതെ വന്നത്? പിന്നെ എന്തിനാണ് ഡൽഹിയിൽ പോകുന്നത്? അപ്പോൾ അങ്ങനെ സമരത്തിന് പോകുമ്പോൾ ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള മേഖലയിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. പക്ഷെ അതിനപ്പുറത്ത് കേരളത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റിൽ ഒരുപാട് വീഴ്ചകളില്ലേ? ഈ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ കുറവുകളെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഇതിനൊക്കെ അപ്പുറത്ത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് തടി ഊരാൻ നോക്കിയാൽ അത് കേരളത്തിലെ സർക്കാർ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ചില ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ആ പ്രശ്നം അവിടെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഡൽഹി സമരത്തെ പിന്തുണയ്ക്കുമെന്ന് നിങ്ങൾ പറയുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ നിഷാദ്, ഞങ്ങൾക്ക് ഈ 4 മാസം മുമ്പ് വന്ന ഈ ഒരു ഇൻവിറ്റേഷൻ മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ 4 മാസം മുമ്പ് വരുന്ന പിണറായി സർക്കാരിന്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കത് ആലോചിക്കേണ്ടതുണ്ട്. UDF ആലോചിക്കേണ്ടതുണ്ട്, കോൺഗ്രസിൽ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ കേരളത്തിലെമ്പാടും കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് UDFും കോൺഗ്രസും നിരന്തരം പറയുന്നുണ്ട് സർക്കാർ ധവളപത്രം ഇറക്കണം, സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ പ്രശ്നങ്ങളെ കുറിച്ച് ധവളപത്രം ഇറക്കണം എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി ഇടയ്ക്ക് പത്രസമ്മേളനം വിളിച്ച മാത്രമല്ല കക്ഷി രാഷ്ട്രീയ കാഴ്ചപ്പാടിലെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു. ഈ 4 മാസം മുമ്പ് മാത്രം, ഞാൻ നേരത്തെ സനോജിനോട് ചോദിച്ചതാണ്, ഈ അവസാന സമയം വരെ നിങ്ങൾ എന്തിനു കാത്തിരുന്നു? ഇപ്പോൾ ഗവർണറോട് SFI സമരം ചെയ്യുന്നത് പോലും വളരെ ലേറ്റ് ആയിട്ടാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇതിനകത്ത് തന്നെ എന്തിനു കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് വേറെ ആംഗിളാണ്. ഞാൻ ചോദിക്കുന്നതേ, സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് പ്രത്യേക വിവേചന സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നു എന്നതൊരു പരമയാഥാർത്ഥ്യം നിങ്ങൾ തന്നെ പറയുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ സമരം? ആരാണ് നിങ്ങളെ സമരത്തിന് ഇൻവൈറ്റ് ചെയ്യേണ്ടത്? നിങ്ങളൊരു സമരം നയിച്ചിട്ടുണ്ടോ? സംഘടിപ്പിച്ചിട്ടുണ്ടോ? അല്ല, അതിലൊരു കാര്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ആദ്യമായിട്ടൊരു ചോദ്യം ഉന്നയിച്ചതാരാ? NK പ്രേമചന്ദ്രൻ MP അല്ലേ? അന്ന് ആ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്താ? കേന്ദ്ര ധനകാര്യമന്ത്രി ആ മറുപടിയും ചോദ്യവും കേട്ടപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രി എന്താ പറഞ്ഞ? തെറ്റായ ചോദ്യവും തെറ്റായ ഉത്തരവെന്ന. ശരിയായ ചോദ്യവും ശരിയായ ഉത്തരവും പറയിപ്പിക്കാനുള്ള ആർജം കേരളത്തിൽ നിന്നുള്ള LDF MPമാർക്ക് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ കേരളത്തിലെ ധനകാര്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തെ എന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരളത്തിലെ ധനകാര്യമന്ത്രിയും പറയുന്നതിനെ കുറിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു വിശ്വാസ്യത ഇല്ലാതെ ഇരിക്കുക. ഇവരെ രണ്ടുപേരും നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട നിങ്ങളുടെ പൊസിഷൻ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സാമ്പത്തിക കാര്യത്തിലൊക്കെ അത്യാവശ്യം ജ്ഞാനമുള്ള ആളാണല്ലോ. കേന്ദ്ര സർക്കാർ നമ്മളോട് സ്വീകരിക്കുന്ന സമീപനം ഈ ചിറ്റമ്മ നയമാണെന്ന് പിണറായി വിജയൻ പറയുന്നു. അത് നുണയാണെന്നാണോ നിങ്ങളുടെ നിലപാട്? അതോ ഉള്ളതാണെന്നാണോ? അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. അതിൽ നമ്മൾ ആരെയും കണ്ണടച്ചിരുട്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് പോപ്പുലേഷന്റെ ബേസിൽ പോപ്പുലേഷൻ നിയന്ത്രണം കൊണ്ടുവന്നതിന്റെ പേരിൽ കേരളം അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. കേന്ദ്ര സർക്കാർ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോളിസികൾ കൃത്യമായിട്ട് നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ധനകാര്യ വിഹിതം കട്ട് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഫിസ്ക്കൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയുമുണ്ട്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ മേലെ മാത്രം ഇത് കെട്ടിവെച്ചുകൊണ്ട് കേരള സർക്കാരിന് അവധിയെടുക്കാനോ ജാമ്യം എടുക്കാനോ പറ്റില്ല. ഇതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നിത്യനിദാനമായ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ പരാജയപ്പെട്ടത്? സാമ്പത്തിക നയങ്ങളിൽ നമുക്ക് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? നമ്മളും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലേ? 2 രൂപ സെസ് വാങ്ങുന്നല്ലോ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത്? സെസ് വാങ്ങുന്നതിന് സമയത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ജിൻഡോ, നമ്മുടെ ദൈനംദിന ഇൻകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രതിമാസ ഇൻകത്തിൽ കുറവുള്ളത് ചില്ലറ തുകയൊന്നുമല്ല. സർക്കാർ അവകാശപ്പെടുന്നത് മൊത്തം 57,000 കോടി രൂപയുടെ കമ്മി നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നാണ്. തരാനുള്ള ഫണ്ട്, വെട്ടിക്കുറച്ച കടമെടുപ്പ് പരിധി, ഗ്രാൻഡ് കുറച്ചത്, GST നികുതി നഷ്ടപരിഹാരം നീട്ടിവെക്കണം എന്ന ആവശ്യം, അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. അതിൽ നമുക്ക് 57,000 കോടിയുടെ കുറവുണ്ടെന്ന് സർക്കാർ പറയുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് എന്താണ്? ഇവിടെ കാലിത്തൊഴുത്ത് പണിയാൻ 3.5 ലക്ഷത്തിൻ്റെ ടെൻഡർ വിളിച്ചു, അല്ലെങ്കിൽ ഒരു നവകേരള സദസ്സ് നടത്തിയപ്പോൾ 1 കോടി രൂപയുടെ ബസ് വാങ്ങിച്ചു. ഇതൊക്കെ കൊണ്ടാണോ നമ്മുടെ സംസ്ഥാനം നടത്താൻ പറ്റാതെ പോകുന്നത്? കേന്ദ്രം തരാനുള്ളത് ശതകോടികളുടെ കണക്കാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ചില്ലറ കണക്കുമൊക്കെ പറഞ്ഞ് ഇതാണ് കുഴപ്പമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? അല്ല നിഷാദ്, നമ്മൾ അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റുന്നത്? കേന്ദ്ര സർക്കാരിന്റെ GST കോമ്പൻസേഷൻ ഗ്രാന്റ് അത് എത്ര വർഷത്തേക്ക് അനുവദിച്ചിരുന്നത്? 5 വർഷത്തേക്കല്ലേ? ഈ GST നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ പോയ കേരളത്തിന്റെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം കൂടി പങ്കെടുത്തല്ലേ അങ്ങനെ ഒരു നയരൂപീകരണം നടന്നത്? 5 വർഷത്തേക്ക് അനുവദിച്ച
5 വർഷത്തേക്ക് കേന്ദ്രം തീരുമാനിച്ചു. അത് നമ്മുടെ argument. അത് നമ്മുടെ നമുക്ക് ഇനിയും വേണമെന്ന നമ്മുടെ ആവശ്യം. കാരണം നമ്മളൊരു കൺസ്യൂമർ അല്ല, സ്റ്റേറ്റ് വേണ്ടാന്ന് പറയുന്നല്ല. വേണ്ടാന്ന് പറയുന്നല്ല. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമ്മൾ കടമെടുത്ത് പോകുന്ന സ്റ്റേറ്റ് ആണ്. പിണറായി വിജയന് മുമ്പ് നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ കടമെടുത്ത സംസ്ഥാനം ഓടിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടാക്കി ഓടിച്ചവരല്ല. നിങ്ങൾ കൂടി എടുത്ത കടത്തിന്റെ ഭാരമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. കടമെടുത്തും വീട്ടിയും തിരിച്ചടച്ചു ഓടുന്ന ഒരു സംസ്ഥാനമാണിത്. അങ്ങനെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാർ 2016 അധികാരം ഒഴിയുമ്പോൾ 2 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടമെങ്കിൽ ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ 4.5 ലക്ഷം കോടി രൂപ കടം. കേരളത്തിന്റെ ചരിത്രത്തിൽ 2016 വരെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചില്ലേ? അല്ല, ഗ്രാജുവൽ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ 10-60 വർഷക്കാലം ഉണ്ടായതിന്റെ ഇരട്ടിയിലധികം വന്നത് എങ്ങനെയാ? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? ഈ പിണറായി സർക്കാരിനല്ലേ? 7 വർഷം കൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായതിന്റെ ഇരട്ടിയായിട്ട് 7 വർഷം കൊണ്ട് ജനറലൈസ് ചെയ്ത് പറയില്ലേ? അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല. 2.5 ലക്ഷം കോടിയുടെ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പറയുന്നത്? കേരളത്തിൽ എന്ത് ചെയ്തിട്ടാണ് 2 ലക്ഷം കോടി രൂപ 4 ലക്ഷം കോടിയായിട്ട് ഉയർന്നത് എങ്ങനെയാണെന്ന് പറയണ്ടേ? എങ്ങനെയാ നിങ്ങൾ പറ. 2 ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്ന 2016 വരെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ മൊത്തം പൊതുകടത്തിന്റെ ഇരട്ടിയിലധികം വന്നത് 7 വർഷത്തിനുള്ളിലാ. എന്ത് സേവനമാണ് കേരളത്തിൽ നടത്തിയത്? എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയത്? എന്ത് വലിയ പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നടപ്പാക്കിയത്? എങ്ങനെയാണ് ഇത്രയധികം പറയുന്ന കേട്ടാ ഈ ലോകത്ത് ഏറ്റവും കടമുള്ള സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് പോലും 10-ാമതോ 9-ാമതോ ആണ് ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ. നമുക്ക് മേളിൽ കടം മേടിച്ചു കൂട്ടിയ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഈ കടം വാങ്ങി കേന്ദ്ര സർക്കാർ നോക്കൂ, മൊത്തം നമ്മുടെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ അല്ല, നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 50% എബോവ് കടം മേടിച്ചിരിക്കുകയാണ്. അപ്പൊ കടം എന്ന് പറയുന്ന ഒരു മഹാസംഭവമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന കടമായിരിക്കില്ല ഇപ്പൊ ഉണ്ടാവില്ല. നരേന്ദ്രമോദി 10 വർഷം ഭരിച്ചപ്പോൾ നമ്മുടെ കടം എത്രയാണെന്ന് അറിയാമോ? അപ്പൊ നിങ്ങൾ പറ, ഞാൻ ചോദിച്ചു കടം മേടിച്ചത് എന്ത് ചെയ്തിട്ടാണ്? പക്ഷെ കടം വാങ്ങി അല്ലല്ല നിഷാദെ അങ്ങനെ പറഞ്ഞ പോലെ കടം വാങ്ങുന്നത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ഒരു തെറ്റല്ല. കടം വാങ്ങി ചെലവഴിക്കാം. പക്ഷെ കടം വാങ്ങി ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി പറയണ്ടേ? പർപ്പസിന് വേണ്ടിയിട്ടാവണ്ടേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് കെട്ടാനോ അല്ലെങ്കിൽ നീന്തൽക്കുളം പണിയാനോ അങ്ങനെയുള്ള കാര്യത്തിനല്ല. നമ്മുടെ പ്രയോറിറ്റി 2.5 ലക്ഷം കോടി സാധാരണപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെ വരുമ്പോ സാധാരണപ്പെട്ട ആളുകൾക്ക് പെൻഷൻ 4 മാസമായിട്ട് കിട്ടാതിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് ക്ലിഫ് ഹൗസിലെ തൊഴുത്തിന് 4 ലക്ഷം രൂപ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല നിഷാദെ. സാമ്പത്തിക അച്ചടക്കം വേണം. ഒരു പരാധീനതയുടെ കാലത്ത് സാമ്പത്തിക അച്ചടക്കം വേണം എന്നതൊരു തർക്കമില്ല. സാമ്പത്തിക അച്ചടക്കം വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും നമുക്ക് ഇത്രയും കമ്മി വന്നത് മുഴുവൻ പിണറായി വിജയൻ തൊഴുത്ത് കെട്ടിയിട്ടാണ്, കേന്ദ്രം തരാത്തത് കൊണ്ടല്ല എന്ന്. അത് നിങ്ങൾ കണ്ണടച്ചിട്ടാക്കുകയാണ്. മോദിക്ക് ഫേവർ ചെയ്യണല്ലോ. അല്ല അങ്ങനെ പറഞ്ഞു പോകല്ലേ. അത് അങ്ങനെയല്ല. ഇന്ത്യയിൽ കേരളത്തെക്കാൾ കൂടിയ കടനിലവാരമുള്ള കടമെടുത്തിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. പക്ഷെ അവിടെ ഒന്നും പെൻഷൻ ഇല്ലാതാകുന്നില്ല. അവിടെ ഒന്നും KSRTC ഡ്രൈവർമാർക്ക് പെൻഷൻ ശമ്പളം കൊടുക്കാതിരിക്കുന്നില്ല, പെൻഷൻ കൊടുക്കാതിരിക്കുന്നില്ല. അവർക്ക് കൊടുക്കാം 1 രൂപ നികുതി നമ്മൾ കൊടുത്താൽ നമുക്ക് 50 പൈസ ഇല്ല. അവർക്ക് 1.5, 2, 2.25 ഒക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കാം. അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് നികുതി കൊടുക്കുന്ന പൈസയുടെ പകുതി കിട്ടുന്നില്ല. കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാണ്. ഗ്രാന്റ് തരുന്നില്ല. GST നഷ്ടപരിഹാരം നീട്ടുന്നില്ല. 100-1300 കോടി അല്ലാതെ തരാനുള്ളത് പലതും അനുവദിക്കുന്നില്ല. അങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നമ്മളോട് സവിശേഷ വിവേചനമുണ്ട് എന്ന പോയിന്റാണ് നമ്മൾ വെക്കുന്നത്. നിഷാദെ, ഈ പ്രശ്നമൊക്കെ കേരളത്തിൽ സാധാരണക്കാരിൽ നിന്ന് പെട്രോളിയം സെസ് 2 രൂപ വെച്ച് മേടിക്കുന്നില്ലേ? കേരളത്തിലെ സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? പെൻഷൻ കൊടുത്തോ? ഇല്ല. ഒരുപോലെ എന്തിനാണ് പെട്രോൾ വില വർധന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സനോജ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് പ്രതിസന്ധി കാലത്ത് എന്തിനാണ് പെട്രോൾ ഡീസൽ വില കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ മറുപടി സനോജ്, ഈ പ്രതിസന്ധി കാലത്ത് പെട്രോൾ ഡീസൽ വിലയെ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൈസ കൂട്ടുന്നതെന്ന ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ മറുപടി ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് അത് കൂട്ടുന്നത്, അല്ലെങ്കിൽ കൂട്ടില്ലായിരുന്നാണ്. എന്നിട്ട് ഇപ്പൊ എന്താ പ്രോപ്പറായിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത്? നിങ്ങൾ എടുക്കുന്ന ഈ സെസ് നിങ്ങൾ എന്തിനു ഉപയോഗിക്കുക? നിഷാദെ, പെട്രോളിന്റെ വർദ്ധിപ്പിച്ച സെസ് എത്ര തുകയാണ് ഒരു വർഷം കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ആ സെസ്സിന് കിട്ടുന്ന തുകയും കേരളത്തിലെ പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ തുകയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇതെങ്ങനെ കണക്കുകൾ തമ്മിൽ നിന്ന് ഒരു താരതമ്യപ്പെടുത്തലും ഇല്ലാതെ അതും ഇതും വിളിച്ചു പറയുകയാണ് കോൺഗ്രസിന്റെ വക്താവ്. അദ്ദേഹത്തിന്റെ ചരിത്രബോധം അപാരം തന്നെ. എന്താണ് അദ്ദേഹം ഇവിടെ പറയുന്നത്?
മനുഷ്യച്ചങ്ങല നടത്തിയത് കൊണ്ടോ കേരളത്തിൽ സമരം ചെയ്തുകൊണ്ടോ ഡൽഹിയിൽ പോയി സമരം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. എന്നാ പിന്നെ ജിൻഡോ ജോൺ നാളെ തോക്കെടുത്തിട്ട് സായുധ വിപ്ലവത്തിന് ഇറങ്ങ്, ഒരു പുതിയ മാതൃക യൂത്ത് കോൺഗ്രസും കൂടി കാണിച്ചു കൊടുക്ക്. അത് കൽക്കട്ട thesis എന്നായി നിങ്ങളൊക്കെ പണ്ട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഗാന്ധിയെ കുറ്റം പറയല്ലോ, ഗാന്ധിയെ കുറ്റം പറയല്ലോ. അല്ല, ഞാൻ പറയട്ടെ നിങ്ങളുടെ സിദ്ധാന്തപ്രകാരം ഉപ്പ് സത്യാഗ്രഹം നടത്തിയോണ്ട് സ്വാതന്ത്ര്യം കിട്ടുമോ? നിങ്ങളുടെ സിദ്ധാന്തപ്രകാരം പട്ടിണി കിടന്ന് നിരാഹാര സമരം നടത്തിയോണ്ട് സ്വാതന്ത്ര്യം കിട്ടുമോ? അതുകൊണ്ട് ചരിത്രബോധമില്ലാത്ത വർത്തമാനം പറയില്ല. നിങ്ങളൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ട് ചർച്ചയിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ചരിത്രബോധമില്ലാത്ത കുറെ ആളുകൾ കോൺഗ്രസ് നയിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാപവും വെല്ലുവിളിയും. അതുകൊണ്ട് നിങ്ങളിപ്പോ രണ്ടാളെ ഇരുത്തിയിട്ടുണ്ട് അപ്പുറത്ത്. യഥാർത്ഥത്തിൽ ജിൻഡോ ജോൺ മാത്രം മതി, BJP വക്താവിന് ആവശ്യമില്ല യഥാർത്ഥത്തിൽ. കാരണം BJP കൂടി വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ട്? ഇവിടെ 34 ലക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ വീടിനെന്തോ നവീകരണം നടത്തിയെന്നാ പറയുന്നത്. സുഹൃത്തെ, 57,400 കോടി കേരളത്തിന് കിട്ടാനുള്ളതാ. 10ാം ധനകാര്യ കമ്മീഷൻ 3.8%, 15ാം ധനകാര്യ കമ്മീഷൻ എത്തുമ്പോഴേക്ക് അത് 1.92% ചുരുക്കി. ഇത് എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇടതുപക്ഷം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടേണ്ടെന്നെങ്കിൽ ആനുകൂല്യം വെട്ടിക്കുറച്ചതല്ല, കേരളത്തിന്റെ ആകെ സാമ്പത്തിക ഘടനയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് ഇവിടെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? ഈ കാര്യങ്ങൾ ഉന്നയിച്ച് ഇവിടെ സമരം നടത്തുമ്പോൾ ആ സമരത്തെ പുച്ഛിക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ജനാധിപത്യ ബോധമാണിത്? പിന്നെ ജിൻഡോ പറയുന്നത്, അയ്യോ നിങ്ങൾ ഇപ്പോ 2024 തിരഞ്ഞെടുപ്പ് കണ്ട് ഡൽഹിയിൽ പോയി സമരം നടത്തുന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് 18 MP-മാരുണ്ടല്ലോ. നിങ്ങളുടെ MP-മാർ അവിടെ സമരം നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ MP-മാർ പാർലമെന്റ് രംഗത്ത് ശക്തമായ എന്തെങ്കിലും വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണോ? GST നഷ്ടപരിഹാരക്കുറവ് 12,000 കോടിയാണ്. റവന്യൂ കമ്മി ഗ്രാന്റിലെ കുറവ് 8,400 കോടിയാണ്. വായ്പാ അനുമതി നിഷേധം മൂലമുണ്ടാവുന്ന കുറവ് 19,600 കോടിയാണ്. നികുതി വിഹിത ശതമാനം കുറച്ചതിനുള്ള കോടി 18,000 കോടി. ഇതൊക്കെ ഫാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇതൊക്കെ നിഷേധിക്കാൻ ജിൻഡോ ജോണിന് കഴിയോ? അപ്പൊ വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ വെറുതെ അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അതും ഇതും പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നഷ്ടപ്പെട്ട അധികാരം എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കാൻ ജനങ്ങളെ പറ്റിച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അതിന്റെയൊക്കെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വില കുറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നത്. ഇവിടെ വളരെ സീരിയസ് ആയിട്ട് ഒരു ഫെഡറൽ രാജ്യത്ത് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച ഒരു സ്റ്റേറ്റിനെ ഈ നിലയിൽ ഉപദ്രവിക്കുമ്പോൾ അല്പമെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് വിളിച്ചു പറയാൻ ആവശ്യമായ ആർജവമെങ്കിലും കാണിക്കണം. സംസ്ഥാനത്തെത്തുമ്പോൾ വേറെ നിലപാട് പറയുന്നു. സനോജ്, ഞാനെന്ന് വരാം. പ്രിന്റു മഹാദേവ് BJP പ്രതിനിധിയോടൊപ്പം. പ്രിന്റു, ക്ഷമിക്കണം, ഞാൻ കുറച്ച് വൈകിപ്പോയി താങ്കളിലേക്ക് വരാൻ. ഈ നോക്കൂ പ്രിന്റു, BJP ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ നല്ല ശതമാനം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ നിങ്ങളുമായിട്ട് സമരത്തിനും പ്രതിഷേധത്തിനും വരികയാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം വിവേചനത്തിൻ്റെതാണെന്ന് പറയാണ്. ഒരുമിച്ചുള്ള ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മുദ്രാവാക്യം മുഴക്കി വന്ന നരേന്ദ്രമോദി ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ ഞങ്ങളോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നു എന്ന് നിലവിളിക്കുന്നു, അതിനുപേരിൽ സമരം ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിഷാദ് സാർ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ 2 പ്രതിനിധികളും 15 മിനിറ്റ് എടുത്തു. ഇപ്പോൾ എന്നോട് സത്യത്തിൽ നിഷാദ് സാർ ഒരു ചിറ്റമ്മ നയം കാണിക്കുകയാണ്. കാരണം ആദ്യ 2 ഘട്ടത്തിലും കൃത്യമായിട്ട് അവർ പറയുന്നതിനെ കൗണ്ടർ ചെയ്യാനോ പറയാനോ എനിക്ക് അവസരം തന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിനിടയിൽ നിങ്ങൾ ഇടപെടരുത്, ആ ചിറ്റമ്മ നയം എന്നോട് കാണിക്കരുത്. കാരണം ഇവർ ക്രൂശിക്കപ്പെടുന്ന വിഭാഗം നമ്മളാണല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ ചിറ്റമ്മ നയമാണല്ലോ. ഈ സത്യത്തിൽ ഈ അടിസ്ഥാനരഹിതമായിട്ട് ഈ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പുറത്തുള്ള ഒരു 55,000 കോടി രൂപയുടെ കണക്ക് പറയുന്നതിനപ്പുറത്തേക്ക് എന്ത് ഫാക്റ്റാണ് ആദരണീയനായിട്ടുള്ള VK സനോജ് പറഞ്ഞതിനകത്തുള്ളത്? ഞാനൊരു കാര്യം പറയാം. ഇത് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഒരു ആരോഗ്യപരമായ ചർച്ചയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഇടത് വലത് മുന്നണികൾ ഈ കേരളത്തെ കടമെടുത്ത് വലിയൊരു കടക്കണിയിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്നാമത് നമുക്ക് തൊട്ടടുത്ത ശ്രീലങ്കയിലേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഈ 2009 മുതൽ 14 വരെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് ലഭിച്ചിട്ടുള്ള ധനകാര്യപരമായിട്ടുള്ള നികുതി ഇനത്തിലുള്ള കേരളത്തിന് കൊടുത്തിട്ടുള്ള പണം എന്ന് പറയുന്നത് 50,058 കോടി രൂപയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് ലഭിച്ചത് 2,29,844.38 കോടിയാണ്. ഇത് ഞാൻ എങ്ങനെ വെറുതെ ബ്ലണ്ടർ പറയല്ല. ഇത് IC ബാലകൃഷ്ണൻ നമ്മുടെ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ആദരണീയനായിട്ടുള്ള ധനകാര്യമന്ത്രി പറഞ്ഞ ഉത്തരമാണ്. പിന്നെ ഏത് മേഖലയിലാണ് കേന്ദ്രം പണം തരാത്തതെന്ന് VK സനോജ് ഒന്ന് വ്യക്തമാക്കണം.
നിങ്ങൾ നോക്കൂ, പണം തരാത്ത മേഖലയുണ്ട്. ഇപ്പൊ IGST മേഖലയിൽ പണം തരുന്നില്ല, സത്യമാണ്. IGST മേഖലയിൽ ഏകദേശം 7000 കോടി രൂപയുടെ പണം കിട്ടാനുണ്ട്. എന്താ പ്രശ്നം? നോക്കൂ, ഈ ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവൻ ഒരു സിംഗിൾ വിൻഡോയിലേക്കാണ് ധനകാര്യ മേഖല മാറുന്നത്. സ്വാഭാവികമായിട്ട് IGST മേഖലയിൽ ഫയലിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല, വേ ബില്ലിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് കേരളത്തിന് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത്? നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, IGSTയിലെ ബില്ലിംഗ് നിങ്ങൾ പൂർത്തീകരിക്കൂ, സ്വാഭാവികമായിട്ട് അതിന്റെ പണം കിട്ടും. ആ പണമാണ് കേന്ദ്രം നൽകാനുള്ള പണം. രണ്ടാമത്തെ ഒരു കാര്യം, ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് VK സനോജ് പറഞ്ഞല്ലോ, ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എന്ത് അടിസ്ഥാനത്തിലുള്ള പണമാണ് തരാനുള്ളത്? 4 ഘട്ടമായിട്ടാണ് പണം കൊടുക്കുക. കണക്ക് കൊടുത്തില്ല. കണക്ക് കൊടുത്തു ഒക്ടോബർ 31-ാം തീയതി, ആദ്യഘട്ട ഗഡു നവംബർ 21-ന് അനുവദിച്ചില്ലേ? നിങ്ങൾ അടുത്ത കണക്ക് കൊടുക്കൂ. നിങ്ങൾ നോക്കൂ, ഓരോ മേഖലയിലും കൃത്യമായ ഫയലിംഗ് ഇല്ലാതെ കണക്ക് ചോദിക്കുന്ന സമയത്ത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ലേ, നിർമ്മല സീതാരാമനല്ലേ എന്നുള്ള ധാർഷ്ട്യം കൊണ്ട് നിങ്ങൾ കണക്ക് തരില്ലേ എന്ന് പറയാൻ, ഇത് കണക്ക് ചോദിക്കുന്നത് പാകിസ്ഥാൻ ഒന്നുമല്ലല്ലോ, അഫ്ഗാനിസ്ഥാൻ ഒന്നുമില്ലല്ലോ, ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയമല്ലേ, ഇവിടെ ഒരു നിയമ സംവിധാനമില്ലേ, ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലേ? ഈ സിസ്റ്റത്തിന് അനുസൃതമായിട്ട് പ്രവർത്തിച്ചിട്ട് ഏത് പണമാണ് നിങ്ങൾക്ക് തരാത്തതെന്ന് VK സനോജ് പറയണം. VK സനോജ് പറയണം, ഏത് പണമാണ് നിങ്ങൾക്ക് തരാത്തതെന്നുള്ള കാര്യം പറയണം. ഞാൻ പറയുന്നത് വെറുതെ നമ്മൾ കാട് കയറി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നേരത്തെ UDFന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പണം കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞ കാരണം കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് GDPയുടെ 39.1% ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. ചില ധനകാര്യ വിദഗ്ധരുമായിട്ട് നിങ്ങളൊന്ന്, നൗഷാദ് സാറിനൊക്കെ അറിയാലോ, നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ട് കേരളത്തിന്റെ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് കടം കൊടുക്കാൻ അനുമതി തരാനുള്ള അവകാശമുണ്ടോ? ഇല്ല. 2003 വാജ്പേയിയുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട് പ്രകാരം GDPയുടെ 29% മാത്രമേ കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് 39.1%. പിന്നെ എങ്ങനെയാണ് കടമെടുക്കാൻ സാധിക്കുക? അത് കേന്ദ്രത്തെ അനുവദിക്കാൻ സാധിക്കില്ല. അത് നിയമമാണ് സാർ, പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സാർ. VK സനോജ് പറയുന്നതുപോലെ നരേന്ദ്രമോദിയോ നിർമ്മല സീതാരാമൻ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയല്ല. ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് കേരളത്തിന്റെ കടം 1 ലക്ഷത്തി, UDF പ്രതിനിധി പറയുന്നത് തെറ്റുണ്ട്, അദ്ദേഹം കുറച്ച് കൂട്ടി പറഞ്ഞു, 1,17,955 കോടി രൂപയാണ്. ഇന്ന് കേരളത്തിന്റെ കടം 3,90,000 കോടി രൂപയാണ് സാർ. സ്വാഭാവികമായി ഇവിടെ ജനിച്ചു വീണ ഒരു കുട്ടിക്ക് 2 ലക്ഷം രൂപ കടമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കെടുകാര്യസ്ഥത ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്? ഈ കടമെടുത്തിട്ട് ഇവിടുത്തെ 83% വരുന്ന ഈ പദ്ധതി വിഹിതം എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർക്കും ബാക്കിയുള്ളവർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വരവ് ചെലവുകൾക്കല്ലാതെ ഈ പണം വക മാറ്റി ചെലവഴിച്ചത് അല്ലാതെ എന്തിനാണ് ചെലവഴിച്ചിട്ടുള്ളത്? കഴിഞ്ഞു നോക്കൂ, ഈ ക്രിസ്മസിനാണ് നമ്മുടെ ഉത്സവകാല ഭത്ത എന്ന രീതിയിൽ കേന്ദ്രം പണം അനുവദിച്ചു. അങ്ങനെയാണ് ഈ ട്രഷറിയിലുള്ള നിയന്ത്രണം ഒഴിവാക്കിയത്. VK സനോജ് അത് പറഞ്ഞില്ല, ട്രഷറി നിയന്ത്രണത്തിലായിരുന്നില്ലേ? 10 ലക്ഷത്തിനപ്പുറത്തുള്ള ബില്ലുകൾ മാറ്റാൻ പറ്റിയിരുന്നോ? നിങ്ങൾ നോക്കൂ, കേരളത്തിന് മാത്രം 10 വർഷം കൊണ്ട് 2,27,000 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ GSTയിൽ എന്ത് പണമാണ് തരാതിരിക്കുന്നത് സാർ? 5 വർഷത്തെ GSTയിൽ 55,632 കോടി രൂപ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആ പണം മേടിച്ചത് കേരളമാണ്, സംസ്ഥാനങ്ങളിൽ കേരളമാണ് സാർ. പിന്നെ നേരത്തെ നിഷാദ് സാർ പറഞ്ഞല്ലോ, ഈ ഇന്ത്യ 50% കടമെടുത്തെന്ന്. സാർ, ആ കണക്ക് തെറ്റാണ്. നിങ്ങൾ ഫാക്ട് ഒന്ന് പരിശോധിക്കണം. ഭാരതത്തിന്റെ GDP എന്ന് പറയുന്നത് 38,000 ബില്യൺ കോടി ഡോളറാണ്. എന്നാൽ നമ്മുടെ കടം എന്ന് പറയുന്നത് 629 ബില്യൺ ഡോളർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ 16% സാർ, 50% അല്ല. കേരളം നോക്കൂ, NHM പോലെയുള്ള പദ്ധതികൾ 500 കോടി രൂപയാണ് ഇവിടെ ഈ NHMന്റെ പ്രവർത്തകർക്കും ആരോഗ്യ മന്ത്രാലയത്തിനും ബില്ലുകളായിട്ട് ഈ കേരള സർക്കാർ കൊടുക്കാനുള്ളത്. ഉച്ചക്കഞ്ഞി വിതരണമായിക്കോട്ടെ, 205 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യയുടെ മൊത്തം കടം. അതിന്റെ ഏതാണ്ട് 75-76% കേന്ദ്ര സർക്കാരിന്റെ കടമാണ്. ഏതാണ്ട് 150 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ കടമാണ്. അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള കണക്ക്. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്തെ പ്രവർത്തന രേഖ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയുടെ കടം എന്താ പറയുക, അതിവേഗത്തിൽ കുതിക്കുകയാണ് എന്നത് കാണാം. കടത്തെ കുറിച്ച് നിങ്ങൾ ആദ്യം പറയുമ്പോൾ കേരളത്തിന്റെ കടം, ശ്രീലങ്കയുടെ കടം എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ കടത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറാവണം. മഹാരാഷ്ട്രയുടെ കടത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറാവണം. ഇന്ത്യ രാജ്യത്തിന്റെ കടത്തെ കുറിച്ച് പറയാൻ തയ്യാറാവണം. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഇന്ത്യയുടെ കടം എങ്ങനെയാണ് പെരുകിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് ശ്രീലങ്കയെ കുറിച്ചുള്ള ആധി ഇന്ത്യയെ കുറിച്ചില്ലേ? പറയാം സാർ, പറയാൻ പറ്റും സാർ. ജനക്ഷേമ പരിപാടികൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ സർക്കാരാണ്. ജനക്ഷേമത്തിന്റെ കാര്യമൊന്നും പറയണ്ട, ജനക്ഷേമം വേറെ വഴിക്ക് നോക്കിക്കോണം. ഇവിടെ നമ്മൾ കടമെടുക്കാൻ പൈസ ചോദിക്കുന്നത് കിഫ്ബി. നിങ്ങൾ എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താ ഇവിടെ ഉണ്ടായിരുന്ന കിഫ്ബി എന്ന് പറയുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ നിങ്ങളെടുത്ത് പൊതുകടത്തിന്റെ പരിധി കൊണ്ടുവന്നു. കിഫ്ബി കൊണ്ട് നമ്മുടെ നാരങ്ങ മുട്ടായി മേടിച്ച് കളിക്കില്ല. കിഫ്ബി കൊണ്ടാണ് ഈ നാട് വളരാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത്. അങ്ങനെ കടം മേടിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് കടം മേടിക്കാം,
നമ്മൾ മേടിക്കേണ്ടെന്നാണ്. അല്ല സാർ, കിഫ്ബി അങ്ങനെയല്ല സാർ. ഒരു രാജ്യത്തിന്റെ ആകെ GDP-യുടെ 16% കടം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന സാർ ദരിദ്ര നാരായണന്മാരുടെ നാടാണ് സാർ. നമുക്കറിയാം, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് സാർ ഈ രാജ്യത്തിലെ 11 കോടി ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടായത്. ഈ കേരളത്തിൽ മാത്രം 4.2 ലക്ഷം ആളുകൾക്ക് വീട് നൽകിയത് നരേന്ദ്രമോദിയാണ് സാർ. ഈ രാജ്യത്തിൽ, ഈ കേരളത്തിൽ മാത്രം 90,000 കോടിയുടെ മുദ്രാ ബാങ്കിൽ ലോണ് സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്കും ബാക്കിയും പതിറ്റാണ്ടുകാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിന് നടുവിൽ നിൽക്കുകയാണ് ഈ രാജ്യം. നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള നോട്ട് നിരോധനം 50 ലക്ഷം പേരുടെ തൊഴിലാണ് ഒറ്റയടിക്ക് കളഞ്ഞതെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏജൻസികളാണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം രാജ്യത്തെ നോർത്ത് ഇന്ത്യയിലെ കണക്കെടുപ്പ് നോക്കിയാൽ അവിടെ 250 രൂപ ശരാശരി വരുമാനമുള്ള അടിസ്ഥാന വർഗ്ഗക്കാരനായ ഗ്രാമീണന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞു? നിങ്ങൾ കേരളത്തിന്റെ കണക്കും നോർത്ത് ഇന്ത്യ കണക്കും എടുത്ത് നോക്ക്. നരേന്ദ്രമോദിയുടെ വൈബ്രന്റ് ഗുജറാത്തിൽ ഒരു ഗ്രാമീണ തൊഴിലാളിക്ക് 300 രൂപ വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സാർ ഇത്. എന്താണ് സാർ? കേട്ടില്ല സാർ. നരേന്ദ്രമോദിയുടെ വൈബ്രന്റ് ഗുജറാത്തിൽ കിട്ടുന്ന സാധാരണക്കാരന്റെ ശമ്പളവും കേരളത്തിൽ കിട്ടുന്ന ശമ്പളവും തമ്മിൽ വേണം നമുക്കൊന്ന് താരതമ്യം ചെയ്യാന്ന് പറയാം. സാർ, നമ്മൾ കേരളത്തിലെ കൂലിയെ, കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇവിടുത്തെ ഗൾഫിൽ കിടന്ന് പതിറ്റാണ്ടുകളായി മലയാളി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒഴുക്കിയ പണത്തിന്റെ പുറത്ത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ബംഗാളിക്ക് കൊടുക്കുന്ന കൂലി കണ്ടിട്ട് നിങ്ങൾ ഗുജറാത്തിന് അളക്കല്ല സാർ. നിങ്ങൾ ഇവിടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ടീച്ചർമാരുടെ ശമ്പളം ഒന്ന് നോക്കണം സാർ. നിങ്ങളെ ഒക്കെ പോട്ടെ, നിങ്ങളുടെ ട്രെയിനി ആയിട്ടുള്ള, നിങ്ങളുടെ മാധ്യമ മേഖലയിൽ ട്രെയിനി ആയിട്ടുള്ള ആളുകളുടെ കൂലി ഒന്ന് നിങ്ങൾ നോക്കണം സാർ. നിങ്ങളുടെ ശരാശരി ബംഗാളിക്ക് കിട്ടുന്നതിന്റെ 30% മാനേജ്മെന്റ് മേഖല ട്രെയിനികൾ മാധ്യമ പ്രവർത്തകർക്ക് പോലും കിട്ടുന്നുള്ളൂ സാർ. ഗുജറാത്തിൽ 250 രൂപ കൂലിക്ക് പോവല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിൽ അങ്ങനെയാണെങ്കിൽ സാർ, ഏതെങ്കിലും ഗുജറാത്തി വന്ന് കേരളത്തിൽ നിങ്ങൾ കൂലിപ്പണി എടുക്കുന്നുണ്ടോ? 20 ലക്ഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഇല്ലീഗൽ മൈഗ്രേഷന്റെ പേരിൽ പിടിക്കപ്പെടുന്ന ഗുജറാത്തികളാണ് കൂടുതൽ. എന്തിനാ അവർ പോകുന്നത്? ഈ ശ്രേഷ്ഠ ഗുജറാത്തിൽ നിന്ന് ഇല്ലീഗൽ അല്ല, ഈ കേരളത്തിൽ നിന്നല്ലേ സാർ ഏറ്റവും കൂടുതൽ ആളുകൾ പോണത് ഇന്ന്? ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് ശ്രമിക്കുന്ന ഗുജറാത്തിലാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇല്ലീഗൽ മൈഗ്രേഷന് പിടിക്കപ്പെടുന്ന ആളുകൾ പോലും ഗുജറാത്തിയുടെ മൈഗ്രേഷന്റെ ഏത് കണക്കാണ്? വെറുതെ പ്രസംഗിക്കല്ലേ? ഗുജറാത്തിലൂടെ മൈഗ്രേഷന്റെ പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സാർ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകിയ ആളുകളെ പറ്റിക്കുന്നു എന്നാണ് ഒന്നാമത്തെ പ്രശ്നം. അത് ഇവിടെ UDF-ന്റെയും BJP-യുടെയും പാനലിസ്റ്റുകൾ ഒരുപോലെ ആവർത്തിക്കുകയും ചെയ്തു. ശരിയാവണ്ണം കണക്കുകൾ സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിർമ്മലാ സീതാരാമൻ ഇവിടെ വന്നിട്ട് തന്ന കണക്കൊക്കെ വിശദീകരിച്ച് പ്രസംഗിച്ചു. ആ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞതല്ലാതെ എന്തുകൊണ്ട് തെറ്റാണെന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന്. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടും കണക്കുകൾ ഫയൽ ചെയ്യാത്തതുകൊണ്ടും റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് പൈസ കിട്ടാത്തത്. അതൊന്നും വിവേചനമായിട്ട് അവതരിപ്പിക്കേണ്ട. അതൊക്കെ നിങ്ങളുടെ മാത്രം ഫോൾട്ടാണെന്നാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളോടാണ് പറയുന്നത് എന്ന കാര്യം ഇവർ മറന്നു പോകരുത്. ഇപ്പോൾ ചില സാങ്കേതിക കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് കേരളത്തിന് അർഹമായ പണം തടഞ്ഞു വെക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവരിപ്പോൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചു, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്. സ്വാഭാവികമായിട്ടും പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാനും അതിനാവശ്യമായ പണം സമാഹരിക്കാനുള്ള ഒരു സംവിധാനമാണ്. എത്ര മാതൃകാപരമായിട്ടാണ് അത് രൂപീകരിച്ചത്. പക്ഷേ അങ്ങനെ സ്വരൂപിക്കുന്ന പണം അത് ബജറ്റ് പുറത്താണ്. അത് കേരളത്തിന്റെ വായ്പാ പരിധിയിൽ പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേ മാനദണ്ഡപ്രകാരമാണെങ്കിൽ ദേശീയപാത അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള സംവിധാനമാണല്ലോ. ആ ദേശീയപാത അതോറിറ്റി ഈ നിലയിൽ പണം സമാഹരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് വായ്പാ പരിധിയിൽ പെടുത്തുന്നുണ്ടോ? ഇപ്പൊ കേന്ദ്രത്തിന് ഒരു നയം, കേരളത്തിന് ഒരു നയം എന്നാണോ? പിന്നെ വായ്പയെ കുറിച്ചൊക്കെ പറയുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് വാങ്ങുന്ന വായ്പയുടെ പരിധി എത്രയാണ്? കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങുന്നില്ലേ? അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വായ്പ എടുക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിന് അർഹമായ വായ്പാ പരിധി അത് വെട്ടിച്ചുരുക്കുന്നത് കേരളത്തോടുള്ള വിരോധം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് അപ്പുറത്ത് കേരളമാണ് സൂക്ഷിക്കണം എന്നാണ് ഒരു യൂണിയൻ മന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ഒരു മന്ത്രി തൊട്ടടുത്ത സംസ്ഥാനത്ത് വന്ന് പ്രസംഗിച്ചത്. എന്തിന്റെ പേരിലാ? ഇവിടെ കണക്ക് കൊടുക്കാത്തതിന്റെ പേരിലാണോ അപ്പുറത്ത് കേരളമാണെന്ന് പറഞ്ഞത്? ഇവർ പരമാവധി വിദ്വേഷം ഇവിടെ പ്രചരിപ്പിച്ചു. ഇവർക്ക് മതസ്വത്വത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു.
പക്ഷെ കേരളത്തിലെ പ്രബുദ്ധരായ ജനത RSSനെ അകറ്റി BJPയെ തോൽപ്പിച്ചു. ഉള്ള ഒരു സീറ്റിൽ നിന്നും തോൽപ്പിച്ച് 0 സീറ്റ് കൊടുക്കുന്ന നിലയുണ്ടായി. 0ത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ എന്നാ പിന്നെ കാണിച്ചു തരാം എന്ന നിലപാടല്ലേ BJP സ്വീകരിക്കുന്നത്? ഇതൊക്കെ ഒരു രാഷ്ട്രീയ അന്തസ്സിൽ ചേർന്ന പരിപാടിയാണോ? ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ അവർ പറയുന്നത്? ഇപ്പൊ 1 രൂപ കേന്ദ്രത്തിന് നമ്മുടെ കേരളത്തിന് പിരിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ ഒരു കണക്ക് പറയാം. അപ്പൊ തിരിച്ച് കേരളത്തിന് കിട്ടുന്ന വിഹിതം എത്ര? 46 പൈസയാണ്. എന്നാൽ ഇതേ 1 രൂപക്ക് ബീഹാറിന് കൊടുക്കുന്ന എത്രയാണ്? 7.06 ആണ്. ഉത്തർപ്രദേശിന് 2.73 ആണ്. ആസാമിന് 2.63 ആണ്. മധ്യപ്രദേശിന് 2.42 ആണ്. ഇപ്പൊ കേരളത്തിന് കിട്ടുന്ന പണം എത്രയാ? 46 പൈസ. 1 രൂപയുടെ ഈ നിലയിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഇത് വിവേചനമല്ലേ? ഇത് തെറ്റാണോ? ഞാൻ പറയുന്നത് കോൺഗ്രസ് വക്താവ് കേൾക്കുന്നുണ്ടാവും, BJP വക്താവ് കേൾക്കുന്നുണ്ടാവും. ഇതെല്ലാം കേന്ദ്രം തന്നെ പുറത്തുവിട്ട കണക്ക്, അതിന്റെ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള കണക്കാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് BJPയുടെ RSSന്റെ കേരള വിരോധമാണ്. ഈ കേരള വിരോധം കോൺഗ്രസിന് മനസ്സിലാവാത്തോണ്ടല്ല. പക്ഷെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ഇതിന്റെ അകത്തുനിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് സമരത്തിൽ പങ്കെടുക്കേണ്ടതിന് പകരം പ്രിന്റു മഹാദേവനത്തൊരു രാഷ്ട്രീയ, അതായത് കേരളത്തിനെതിരായിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ച് നടത്തിയിട്ടുള്ള എത്ര BJP RSS നേതാക്കളുണ്ട്? പ്രിന്റു, എന്താണ് കേരളത്തോട് ഇവർക്ക് ഇത്ര വിരോധം? ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ എന്താണ്? കേരളം പോലെ ആയിപ്പോകും BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ. എന്താ കേരളത്തോട് ഇത്ര ദേഷ്യം? തൊട്ടപ്പുറത്ത് കേരളമുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയില്ല എന്ന് പറഞ്ഞ അമിത്ഷായാണ്. എന്താ കേരളത്തിൽ കുഴപ്പം? അല്ല സാർ, കേരളത്തിലെ ഏതെങ്കിലും ആളുകളെയോ അല്ലെങ്കിൽ NIA-യിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെയോ അങ്ങനെയുള്ള ആളുകളെ പരാമർശിക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞ ഔചിത്യം എന്താ? NIA-യിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ യോഗി ആദിത്യനാഥ് പറയുന്ന സമയത്ത് അതിന് നമ്മളെന്തിനാ അവരെ കൂടെ നമ്മൾ നിൽക്കുന്നത്? അവരെയല്ല പറഞ്ഞത്, അല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളല്ല പറയുന്നത്. എങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ആരാ പറഞ്ഞിട്ടുള്ളത്? യോഗി ആദിത്യനാഥ് പറഞ്ഞത് കേരളമോ കശ്മീരോ ആകാതിരിക്കാൻ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം. തൊട്ടടുത്ത കേരളമാണ്, ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ എന്ന് അമിത്ഷാ പറയാണ്. പിന്നെയും കേരളത്തിനെതിരെ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന എമ്പാടും ലോക്കൽ ലീഡേഴ്സിനെ നിങ്ങളുടെ എന്താ പറയുന്നത് ഡിജിറ്റൽ മീഡിയ കാര്യകർത്താക്കളൊക്കെ ഒരുപാട് സംഭവത്തിന്റെ പശ്ചാത്തലമൊന്നുമില്ല, വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സംഭവത്തിന്റെ പശ്ചാത്തലമോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അവർ പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന സമയത്ത് അത് കേരളത്തിന് മുഴുവൻ എതിരാണെന്ന് നിങ്ങൾ എങ്ങനെ പറയാ? കേരളത്തിൽ BJPക്ക് ആവശ്യത്തിൽ കൂടുതൽ വളർച്ചയുള്ള സ്ഥലമാണ് സാർ. RSSന്റെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ശാഖയുള്ള സ്ഥലം കേരളമാണ് സാർ. എന്നിട്ട് 20 ലക്ഷത്തോളം വോട്ടുള്ള പ്രസ്ഥാനമാണ്, 18% വോട്ടുള്ള സ്ഥലമാണ് സാർ. ഈ ജനപ്രതിനിധികൾ അടക്കം ഒട്ടും മോശമില്ലാതെ നിങ്ങൾ ആർക്കാ മനസ്സിലാവാത്ത പ്രിന്റ്? കേരളവും കശ്മീരും പോലെ ആകാതിരിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ കേരളത്തിലും മൈനോറിറ്റിക്ക് വോയിസ് ഉണ്ട്. അതാണ് നിങ്ങളുടെ പ്രശ്നം, അതാണ് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്ന കാര്യം. കശ്മീരിലുണ്ട്, അതാണ് നിങ്ങളുടെ പ്രശ്നം. അത് മനസ്സിലാവാത്ത ആരെങ്കിലും മൈനോറിറ്റിക്ക് വോയിസ് ഉള്ള, മൈനോറിറ്റിക്ക് അധികാരത്തിൽ പങ്കാളിത്തമുള്ള, മൈനോറിറ്റിക്ക് എല്ലാ അർത്ഥത്തിലും സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അതുപോലെ ആയി പോകുന്ന നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാവാത്ത രാഷ്ട്രീയ വിദ്യാർത്ഥികളുണ്ടോ ഇവിടെ? ഒറ്റ സെക്കൻഡ്, ജിൻഡോ ജോൺ, നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള അത് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെ ഒരു മൈനോറിറ്റി ഡെവലപ്മെന്റ് കേരളത്തിൽ നടക്കുന്ന സമയത്ത് സ്വാഭാവികം മൈനോറിറ്റി ഇവിടെ ഡെവലപ്മെന്റ് ചെയ്യുന്നു, നല്ല നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് വിരോധം കൊണ്ട് BJP പറഞ്ഞു നിങ്ങൾ പറയരുത്. കേരളത്തിന്റെ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് 80% വേണ്ടിയാണ്, അവർ 20% ആളുകളാണ് എന്ന് പ്രസംഗിച്ചത് യോഗി ആദിത്യനാഥാണ്. എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് സാർ പറയുന്നത്? എവിടെയാണ് യോഗി ആദിത്യനാഥ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഈ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസംഗിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ അദ്ദേഹം പറഞ്ഞ സ്ഥലം നോക്കട്ടെ. 20% ഒക്കെ കണക്കുകൾ ഇത് പഴയ കാലം മുതലേ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഈ ഒന്ന് BJP എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണെന്നും ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്നും വരുത്തി തീർക്കാനുള്ള ആസൂത്രിത ശ്രമം, അതിനെ ഏതെങ്കിലും ഒരാളുടെ പ്രസ്താവന നിർത്തിക്കൊണ്ട് എല്ലാ കാലത്തും നിങ്ങൾ ഈ ഒരു ആരോപണം ഉന്നയിക്കും. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവ്, ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നേതാവ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ?
യോഗി ആദിത്യനാഥ് എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അങ്ങനെയുള്ള ഞാൻ പ്രിന്റിന് ലിങ്ക് അയച്ചുതരാം. പ്രിന്റിന് ഞാൻ അതിന്റെ ലിങ്ക് അയച്ചുതരാം. ദ ഹിന്ദു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് UP അസംബ്ലി ഇലക്ഷൻസ് ഇറ്റ്സ് 80% വേഴ്സസ് 20% ഇൻ UP അസംബ്ലി ഇലക്ഷൻ സെയ്സ് യോഗി ആദിത്യനാഥ്. 2022 ജനുവരി 10 ഹിന്ദു അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാർത്തയാണ്. എന്ന് വെച്ചാൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യയിൽ ആകമാനം ചർച്ചയായിട്ടുള്ള ഭയങ്കര ഡിവിസീവ് സ്വഭാവമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. താങ്കൾ എവിടെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ലിങ്ക് തപ്പിയത്. അതല്ല, അതിനപ്പുറം പറഞ്ഞിട്ടുള്ള ആളാണ് യോഗി. യോഗിയെക്കുറിച്ചുള്ള ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട ഇവിടെ ഇരിക്കുമ്പോൾ. എൻ്റെ പ്രിന്റു മഹാദേവ് ഇതിനേക്കാളും മോശം വൃത്തികേട് യോഗിയെക്കുറിച്ച് ഓവർ കോൺഫിഡൻസ് അല്ല സാർ പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക മാനേജ്മെന്റ്, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞു യോഗി അങ്ങനെ പറഞ്ഞിട്ടില്ല. 80-20 പരാമർശം അല്ലെങ്കിൽ എന്ത് കാര്യം വരുമ്പോഴും ഈ കേന്ദ്രം ആ ഒരു ആംഗിളിലാണ് കേരളത്തെ കാണുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതിനാണ് പറയുക. അല്ലെങ്കിൽ കേരളത്തിലെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണെന്നും സാമ്പത്തികം സാമൂഹികമായി ഉയർച്ചയിലായതുകൊണ്ട് ഞങ്ങൾ BJP-ക്കാർക്ക് അതിനെതിരായതുകൊണ്ട് ഈ കേരളത്തിലെ ധ്വനിയാണല്ലോ സാർ പറഞ്ഞത്. ആ ധ്വനിയാണ് ഞാൻ എന്ത് ചെയ്ത് കൗണ്ടർ ചെയ്തത്. ആ ഒരു ധ്വനിയിൽ ഒരിക്കലും BJP കാണുന്നില്ല സാർ. ഞങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. അങ്ങനെ മാസ് റേപ്പ് ചെയ്ത് അവരുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ വിളിച്ച് ഇങ്ങനെ കാലിലെടുത്ത് തലയടിച്ച് കൊല്ലുകയായിരുന്നു. ശൈലേഷ് ഭട്ട് എന്ന് പറയുന്ന ക്രിമിനൽ. അയാളെ BJP-യുടെ വേദിയിൽ വിളിച്ചിരുത്തി പരിപാടി സംഘടിപ്പിച്ചവരാ നിങ്ങൾ എന്ത് തരത്തിലുള്ള നൈതികതയെക്കുറിച്ചാണ് എൻ്റെ പ്രിന്റു ഈ പറയുന്നത്? അതിലിപ്പോൾ 9 വരെ കാണാനില്ല. അവരെ പുറത്തിറക്കി വിടാൻ എല്ലാ തരത്തിലുള്ള ചട്ടവും ലംഘിച്ചവരാ. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചവരാ. സുപ്രീം കോടതിയുടെ വിമർശനം നിശ്ചിതമായി കേട്ടവരാ നിങ്ങൾ. ഈ ഗുരുതര സ്വഭാവമുള്ള ഈ പറഞ്ഞ ക്രിമിനലുകളെ, റേപ്പ് കേസിലെ പ്രതികളെ ഇറക്കി വിടാൻ പാടില്ല എന്ന് 2014 നിയമമുള്ളപ്പോൾ ആ നിയമമല്ല, ഈ കേസ് ഉണ്ടായത് ആ നിയമത്തിന് മുമ്പാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അവരെ ഇറക്കി വിട്ടവരാ. അതിനെ ശൈലേഷ് ഭട്ടിനെ നിങ്ങളുടെ വേദിയിൽ താമര ചിഹ്നത്തിന് താഴെ ഇരുത്തിയവരാ. നിങ്ങളാണോ ഈ ന്യൂനപക്ഷ സ്നേഹം പറയുന്നത്? ഏതെങ്കിലും ആള് ചെയ്തൊരു കാര്യത്തിന്റെ മുഴുവൻ ഏതെങ്കിലും അല്ല എൻ്റെ പ്രിന്റു. നിങ്ങൾ ഈ 11 പേരെ ഇറക്കി വിടാൻ ഒരു സ്റ്റേറ്റ് ഭരണകൂടം മുഴുവൻ കള്ളക്കളി കളിച്ചു. അതാ ഞാൻ പറഞ്ഞല്ലേ, ഏതൊരാളല്ല സ്റ്റേറ്റ് എങ്ങനെയാണ് സാർ ഈ ഒന്ന് അല്ല സാർ അതിനകത്ത് ഒരു രാജ്യത്തിനകത്ത് ഒരു കലാപം നടന്ന സാഹചര്യത്തിൽ ആ കലാപവുമായി ബന്ധപ്പെട്ട് ഏതൊരാളും അത് ആരായിരുന്നാലും ഏത് ക്രിമിനലായി തെറ്റ് ചെയ്താൽ തെറ്റാണ്, അവരെ അംഗീകരിക്കുകയോ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല BJP. അതേസമയത്ത് ഇതേ സാധനത്തിന് സാർ നാദാപുരത്തുണ്ടായല്ലോ. നിങ്ങൾ നാദാപുരം കലാപത്തിന്റെ ഈ ഒരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്ക് ഞാൻ പറയുന്നില്ല. കലാപത്തിലെ ഏതെങ്കിലും ഒരു പ്രതിയെ വിളിച്ച് ഇവിടെ ആരെങ്കിലും മാലയിട്ടോ? അവരെ എന്താ പറയുക, നിയമവിരുദ്ധമായി ഇറക്കി വിട്ടോ? ലഡു ബിനു, മുഖ്യപ്രതിയായിട്ടുള്ള ബിനുവിന് ഞാൻ പറഞ്ഞ നാദാപുരം കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ട ബിനു പിന്നീട് ഇല്ലാതായി. നമ്മൾ പറഞ്ഞു. ഈ ബിനുവിന് വേണ്ടി വാദിച്ചിരുന്നവരാരാ, ബിനുവിന്റെ കേസ് നടത്തിയിരുന്നവരാരാ? നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ടല്ലോ. ഇവിടെ ആരും മാറാട് കലാപ കേസിൽ കുറ്റവാളികളെന്ന് കോടതി കണ്ടെത്തിയവരെ വിളിച്ചിറക്കി മാലയിട്ടിട്ടില്ല. 3 വയസ്സുകാരിയായ കുഞ്ഞിനെ പിടിച്ച് തലയിലടിച്ച് കൊന്നവനെ നിങ്ങൾ വേദി കയറ്റിയിരുത്തി ആദരിച്ചിട്ടുണ്ട്. അവരെ 11 വരെ പുറത്തിറക്കാൻ നിങ്ങൾ നിയമത്തിലെ മുഴുവൻ കള്ളക്കളിയും കളിച്ചിട്ടുണ്ട്. അത് ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ട അതിലെവിടെ എത്തില്ല. താങ്കളുടെ ഭാഗത്തിലല്ല പ്രിന്റുവിന്റെ പോയിന്റ് BJP ഞാൻ കേട്ടു. അല്ല ജിൻഡോ, നിങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളാവുന്നില്ല എന്ന് വന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റിൽ പങ്കാളികളാവുന്നില്ല എന്നത് രാഷ്ട്രീയമായി ഗുണപ്പെടുമോ നിങ്ങൾക്ക്? അതെ, ഈ സമരത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ TN പ്രതാപനും അല്ലെങ്കിൽ UDF-ന്റെ പ്രതിനിധിയായിട്ടുള്ള NK പ്രേമചന്ദ്രനൊക്കെ പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ യോജിച്ചുള്ള സമരത്തിന് പോയില്ല എന്ന് പറയുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അതിന് തീരുമാനമെടുക്കാൻ വൈകുന്നു എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങൾ മോദിക്ക് എതിരാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനെ അതൊരു അതിവായന നടത്താൻ പറ്റുക? ഞങ്ങൾ മോദിക്കും BJP-ക്കും സംഘപരിവാറിനും എതിരാണെന്ന് ഈ കേരളത്തിലെ CPM-മാരെ ബോധ്യപ്പെടുത്തേണ്ട രാഷ്ട്രീയ ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. 2017
ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം 53,137 കോടി രൂപ കേരളത്തിന് റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ വകയിരുത്തിയപ്പോൾ കേരളത്തിൽ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് അതിനെ മുക്തകണ്ഠം കൈയടിച്ച് സ്വീകരിച്ച് ആ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ച് പോകുന്ന തോമസ് ഐസക് എന്ന് പറഞ്ഞ അന്നത്തെ ധനകാര്യമന്ത്രി. അത് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയം നമ്മോടൊപ്പമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ടുള്ള തെലങ്കാനയ്ക്ക് ഒന്നും കിട്ടിയില്ല. തമിഴ്നാടിന് ആകെ കിട്ടിയത് 6,229 കോടിയാണ്. പക്ഷേ ആ സംസ്ഥാനങ്ങളിലൊക്കെ പെൻഷൻ മുടങ്ങുന്നുണ്ടോ, ശമ്പളം മുടങ്ങുന്നുണ്ടോ? മറ്റേ ഈ കർണാടകയ്ക്ക് കിട്ടിയത് 1,631 കോടിയാണ്. അവിടെയൊക്കെ ദൈനംദിന ചെലവുകൾ നടക്കാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ മിസ്മാനേജ്മെന്റ്, സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ഒരു കാരണമാണ്, ദൂർത്തൊരു കാരണമാണ്. അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ, വൻകിടക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ടാക്സ് പെൻഡിങ് ആയിട്ടുള്ളത് കളക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് പുറകിലാണ് നമ്മൾ. IGSTയുടെ ഫയലിംഗ് നടക്കുന്നില്ല. GST സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ടാക്സ് സിസ്റ്റം അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും വാറ്റിലും അതിനു മുമ്പത്തെ സിസ്റ്റത്തിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നയപരമായിട്ട് കൃത്യമായിട്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് മാത്രമല്ല BJP വിരുദ്ധ സംസ്ഥാനങ്ങൾക്കെതിരെ, BJPയെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നയപരിപാടികൾ അവർ നടപ്പാക്കുന്നുണ്ട്. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അത് മുഴുവൻ്റെയും പുറകിൽ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സകല ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും മുഴുവൻ അതിന്റെ പുറകിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് ഒളിച്ചു കിടക്കാമെന്ന് വെച്ചാൽ അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ സനോജ് തന്നെ സൂചിപ്പിച്ചല്ലോ, സെസ് പിരിച്ചാൽ എത്രയാ നിസ്സാര കിട്ടുകയുള്ളൂ, അതുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന്. കേരളത്തിന്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ സെസ് പിരിക്കുന്നതിലൂടെ, പെട്രോളിയം സെസ് 2 രൂപ അധികം പിരിക്കുന്നതിലൂടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്നല്ലേ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുക കൊണ്ട് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ യാതൊരു പഠനവും അറിവും ഇല്ലാതെയാണ് അങ്ങനെ ഒരു സെസ് ഏർപ്പെടുത്തിയതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കണ്ടേ? അത് സമ്മതിച്ചു തരണ്ടേ? ഈ രണ്ടാമത്തെ കാര്യം, MP-മാർ ഇടപെട്ടില്ലല്ലോ, സമരം ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചു. കേരളത്തിന്റെ യഥാർത്ഥ ധനകാര്യ സ്ഥിതി എന്താണെന്ന് സംസ്ഥാന സർക്കാർ ധവളപത്രം ഇറക്കിയിട്ടുണ്ടോ? എന്താണ് നമ്മുടെ യഥാർത്ഥ ധനകാര്യ സ്ഥിതി? എത്രത്തോളം പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ധനകാര്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ഏതെങ്കിലും MLA-മാരോ CPM നേതാക്കന്മാരോ മൈതാന പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഫാക്ച്വൽ എവിഡൻസോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും ഫെബ്രുവരി 8 ഡൽഹിയിൽ വിളിച്ചേർത്തുള്ള അസാധാരണ സ്വഭാവമുള്ള ജിൻഡോ, വേഗം, എന്റെ സമയം കഴിഞ്ഞുപോയി, ഞാൻ വേറെ തർക്കത്തിൽപ്പെട്ടതുകൊണ്ടേ. അല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അവർ ചെയ്യുന്നുണ്ടല്ലോ ഒക്കെ പറയും. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ടോൾ പിരിക്കാനുള്ള അധികാരമുണ്ട്. പെൻഷൻ ഫണ്ട് ആരാണ് ഇതിന്റെ സോവറിൻ ഗ്യാരണ്ടി? സനോജ് 10 സെക്കൻഡേ ഉള്ളൂ, ഞാൻ സമയം കഴിഞ്ഞുപോയി. അല്ല, BJP വക്താവ് ഇവിടെ പറഞ്ഞത് 4 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു എന്നാണ്. 4 ലക്ഷം ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി BJP ഗവൺമെന്റ് കൊടുത്ത വിഹിതം എത്രയാണ്, കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ് എന്നുകൂടി പ്രിന്റു മഹാദേവിയോട് പറയണം. 13,736 കോടി രൂപ ലൈഫ് പദ്ധതി വഴി ഇവിടെ വീടെടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ചെലവഴിച്ചു. കേന്ദ്രത്തിലെ കൊടുത്തറിയുമോ? 2,000 കോടിയാണ്. 72,000 രൂപയാണ് കൊടുക്കുന്നത്. 72,000 രൂപക്ക് വീട് വെക്കാൻ പറ്റുമോ? എവിടെ വെക്കാൻ പറ്റും? സെൽഫി എടുക്കാൻ സെൽഫി പോയിന്റുകൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാക്കുന്നുണ്ട്. അതിലെ താൽക്കാലിക സെൽഫി പോയിന്റ് 1.25 ലക്ഷം, സ്ഥിരം സെൽഫി പോയിന്റ് 4 ലക്ഷത്തി സംതിങ്ങാണ്. അത് മുടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും ഡൽഹിയിലെ സമരം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുന്നുള്ളതിന് അല്ല, അതിനപ്പുറം അതൊരു എന്തുമാത്രം പൊളിറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. UDF എടുക്കുന്ന പൊസിഷനും പ്രധാനപ്പെട്ടതാണ്. സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു VK സനോജ്, ഒപ്പം പ്രിന്റു മഹാദേവ്, ജിൻഡോ ജോൺ. മതിയായ സമയം ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുമല്ലോ.